മാവേലിക്കരയിലും കൊല്ലത്തും തെരുവുനായ ആക്രമണം. 9 പേർക്ക് പരിക്ക്. തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ് വന്ന ഇന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ആക്രമണം ഉണ്ടായി. കൊല്ലത്തും മാവേലിക്കരയിലും ഉണ്ടായ ആക്രമണത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. കൊല്ലം അഞ്ചലിൽ 7 പേരെ തെരുവുനായ കടിച്ചു. മാവേലിക്കര KSCB ഓഫീസിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 2 ജീവനക്കാർക്ക് പരിക്കേറ്റു. അഞ്ചലിൽ ഇന്ന് രാവിലെ 9 മണിയോടെയാണ് 7 പേരെ തെരുവുനായ കടിച്ചത്. പേവിഷബാധയുള്ള നായയാണ് കടിച്ചതെന്നാണ് നാട്ടുകാരുടെ സംശയം. മനുഷ്യർക്ക് പുറമെ മറ്റു നായ്ക്കളെയും കടിച്ചതായാണ് വിവരം. നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. കടിയേറ്റവരെ പുനലൂർ അഞ്ചൽ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മാവേലിക്കര KSCB സബ് ഡിവിഷന്റെ ഭാഗമായുള്ള സ്റ്റോറിലെ സബ് എഞ്ചിനീയർമാർക്കും ഡ്രൈവർക്കുമാണ് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത്. KSCB മുൻ ഉദ്യോഗസ്ഥനും നിലവിൽ സ്റ്റോറിലെ കരാർ വാഹനത്തിന്റെ ഡ്രൈവറുമായ ചെന്നിത്തല ചെറുകോൾ ശ്രീനിലയത്തിൽ C അശോക് രാജ്, സ്റ്റോറിൽ കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന സബ് എഞ്ചിനീയർ കണ്ടിയൂർ കൃപാനിധിയിൽ 23-കാരി നന്ദന മോഹൻ എന്നിവർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. രാവിലെ 9:30 KSCB സ്റ്റോറിന് സമീപം നിൽക്കുമ്പോഴാണ് വെളുത്ത നിറത്തിലുള്ള നായ അശോക് രാജിന്റെ കാലിൽ കടിച്ചത്. ഇതറിഞ്ഞ് ഡെറ്റോളുമായി ചെല്ലുമ്പോൾ സമീപത്ത് കിടന്ന ലോറിക്കടിയിലിരുന്ന ഇതേ തെരുവുനായ നന്ദനയ്ക്ക് നേരെ ചാടി വീഴുകയായിരുന്നു. നായ പാഞ്ഞെടുക്കുന്നത് കണ്ട് നന്ദന ഓടി മാറുന്നതിനിടെ വീഴുകയായിരുന്നു. വീഴ്ചയിൽ തലയ്ക്കാണ് പരിക്കേറ്റത്. നന്ദനയുടെ നിലവിളി കേട്ടെത്തിയ മറ്റ് ജീവനക്കാർ നായയെ തുരത്തുകയായിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയ നായ കോടതിക്ക് സമീപം വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും ആക്രമിക്കാൻ ചെന്നതായും നാട്ടുകാർ പറയുന്നു. മാസങ്ങൾക്ക് മുമ്പ് പേവിഷബാധയേറ്റ മറ്റൊരു തെരുവുനായ മാവേലിക്കരയിൽ 80ഓളം ആളുകളെയും വളർത്തുമൃഗങ്ങളെയും കടിച്ചിരുന്നു. തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവാണ് ഇന്ന് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ബസ് സ്റ്റാൻഡ്, സ്പോർട്സ് കോംപ്ലക്സുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ നീക്കണമെന്നും പിടികൂടുന്ന തെരുവുനായ്ക്കളെ വന്ധ്യീകരണത്തിന് ശേഷം ഷെൽട്ടറിലേക്ക് മാറ്റണമെന്നുമാണ് പരമോന്നത കോടതിയുടെ ഉത്തരവ്. ജസ്റ്റിസ് വിക്രംനാഥ്, സന്ദീപ് മെഹ്ത, NV അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന ഉത്തരവ്. ദേശീയപാതകൾ, മറ്റ് റോഡുകൾ, എക്സ്പ്രസ് വേകൾ എന്നിവിടങ്ങളിൽ നിന്ന് അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ നീക്കണമെന്നും കോടതി സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നോഡൽ അതോറിറ്റികളോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനായി ഒരു ഡ്രൈവ് ഉടനടി ആരംഭിക്കണം. നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നത് ഉറപ്പാക്കാൻ ചീഫ് സെക്രട്ടറിമാരോട് ബെഞ്ച് നിർദ്ദേശിച്ചു. വീഴ്ചകൾക്ക് ഉദ്യോഗസ്ഥർ വ്യക്തിപരമായ ഉത്തരവാദിത്തം വഹിക്കേണ്ടതാണെന്നും കോടതി വ്യക്തമാക്കി. ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സംവിധാനം വിശദീകരിച്ച് 8 ആഴ്ചയ്ക്കുള്ളിൽ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്.